നിങ്ങൾ എന്ത് സുന്നിയാപ്പ പഠിപ്പിക്കണത്? നിങ്ങൾ എന്ത് സുന്നി? പഴയ വഹാബിനേക്കാൾ മോശമായി കിടക്കുക. അവർക്ക് നൽകപ്പെടാത്ത അധികാരങ്ങളില്ല. അതല്ലേ റിഫായി മാലയിൽ ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരേ ഇഫൽ നീ എന്നെ തുടരെന്ന് ചെന്നോവർ. ഇബ്ലീസ് ചെന്ന് നോക്കിയത് വരെ പണിക്കാം. ഇപ്പം നമ്മളെ സദസ്സിൽ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വരുമല്ലോ. നമ്മളെ പരീക്ഷിച്ചിട്ട് കാര്യമില്ല, മശായിഖിൻ്റെ സദസ്സിൽ വരും. വന്ന് നന്നായോലത്രണ്ട്. ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വരിക എന്നുള്ളത് തന്നെ വലിയ സംഭവമാണ്. വിലയിരുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഓരന്നതായി പോയില്ലേ. ഇബ്ലീസ് വന്ന് ഔത്തുല്ലാദം തങ്ങളെടുത്ത് വന്ന സംഭവമുണ്ട്. എല്ലാ വലിയാക്കന്മാരുടെ അടുത്തും വരും. റിഫായി ഷെയ്ഖ് അവനോട് പറഞ്ഞു, ഇഫൾ നീ എന്നെ തുടരു, ഇഫൾ നീ എന്നെ തുടരൂ എന്ന് പറഞ്ഞാൽ തുടരണ നോക്കിക്കോ, എനിക്ക് പറ്റുമെങ്കിൽ നീ എന്നെ തുടർന്ന് നോക്ക്. തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവ്വലു മഖാമാതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. നിന്നെ ഞാൻ അവ്വലു മഖാമിൽ എത്തിച്ചു തരാം. ഇത് റിഫാഇ മാലയാണ്. ഈ റിഫാഇ മാലയെ ഗണ്ണിച്ചു വഹാബികൾ. അവർ പറഞ്ഞു ഇത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവൻ മൽഊനാണ്, അവൻ നരകത്തിലാണെന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരാണിത്. ആദ്യം വന്നോട്ടെ നമ്മളെ മൗലവി. ചൊല്ലാൻ പറ്റുമോ? കഴിഞ്ഞില്ല. ഇബ്ലീസവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ. ഇബ്ലീസ് വന്നു എന്തിന്? റിഫായി ഷെയ്ഖിനെ ചതിക്കാൻ. റിഫായി ഷെയ്ഖിനെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നു. വന്നപ്പോൾ റിഫായി ഷെയ്ഖിന്റെ ഓർഡർ തൽക്കാലിന്റെ മുറിയിലേക്ക് പോന്ന നിവൃത്തിയില്ല. അങ്ങനെ ഇബ്ലീസ് റിഫായി ഷെയ്ഖിനെ തുടർന്നു. റിഫായി ഷെയ്ഖിന്റെ മുരീദായി മാറി ഇബ്ലീസ് എന്നാണ് നീ പറയണത്. ഇബ്ലീസിനെ പിടിച്ചിട്ട് തന്റെ മുരീദാക്കി എന്നെ തുടർന്നു. ഇപ്പോൾ നീ എന്നെ തുടരുന്ന് ചെന്നോവർ. ഇപ്പം എന്നെ തുടരാൻ വേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ തുടരുന്ന ആളാക്കി മാറ്റി. മാത്രമല്ല തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവൽ മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. എന്റെ മുറിയിലായിട്ട് നീ മാറുകയാണെങ്കിൽ നിന്റെ പഴയ സ്ഥാനം ഞാൻ തിരിച്ചു തരാം എന്ന് ഇബ്ലീസിനോട് റിഫായി ഷെയ്ഖ് പറഞ്ഞു. പണ്ടത്തുണ്ടല്ലോ അല്ലാഹ് ശപിക്കുന്നതിന് മുമ്പത്തെ സ്ഥാനം, ആ സ്ഥാനം ഞാൻ തിരിച്ചു തരാം. എന്തായാ മതി? നിന്റെ ത്വരീഖത്തിന് നീ മുരീദായി കൂടിയാൽ മതി. അപ്പൊ റിഫായി ത്വരീഖത്തിന് ഇബ്ലീസിന് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാണ്, ഓഫർ. ആ മെമ്പർഷിപ്പ് എടുത്താൽ ഇബ്ലീസിനെ പഴയ സ്ഥാനത്തേക്ക് അവ്വൽ മഖാമിലേക്ക് നിന്നെ എത്തിച്ചു തരാം എന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതോ ഖിയാമത്ത് വരെ ശപിക്കപ്പെട്ടവരാണ്, ആയുസ്സും കൊടുത്തു വിട്ടതാണ്. ആയുസ്സും കൊടുത്തു വിട്ടു. റജീമാണ്, മൽഊനാണ്, ശപിക്കപ്പെട്ടവരാണ്. ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളുവരെയും അല്ലാഹു തആല ആയുസ്സും നൽകി. ഇത് വളരെ വ്യക്തമായി ആളുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് തമ്മിലങ്ങോട്ട് മിങ്കിളായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. റിഫായി മാലനെ മൗലവി വിമർശിക്കുന്നു. ഇതേ സംഭവം മടവൂർ ശൈഖിനെ കുറിച്ചൊരു പാട്ട് വേണമെങ്കിൽ ഇബ്ലീസിനെയും നന്നാക്കാൻ കഴിയും, അതല്ല അവല് മഖാമിൽ എത്തിക്കാറുണ്ട്. അപ്പൊ പുതിയ മുജാഹിദ് വന്നിട്ട് പറയാണ് ഇതാക്ക് ഖുർആനെതിരാണ്, ഖുർആനെതിരാണ്. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ജ്യേഷ്ഠനും ഒരാൾ അനിയനും ആവുകയാണെങ്കിൽ ജ്യേഷ്ഠനാകൽ AP സമസ്തക്കാരേക്കാർ, കമ്പനി പോലും വ്യത്യാസമല്ല. കേട്ടോളൂ, മടവൂർ ശൈഖിനെ കുറിച്ച് ഈ പാട്ട് വന്നപ്പോൾ വിമർശിക്കുന്ന ആളെന്ന് കേട്ടോളൂ. കൊണ്ട് കമന്റുകൾ എഴുതുകയാണ്. വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമമലായികത്തിൻ ഗുരുവാക്കും. എന്താ പാടിയത്? ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂര് പഴയതുപോലെയാക്കുമെന്നാണ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിന് പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്.
എങ്ങനെയാണ് മടവൂരനത് കഴിയുക? കണ്ണുകള് അത് എങ്ങനെയാണത് കഴിയുക? അള്ള പറഞ്ഞതല്ലേ, അവൻ മൽഊനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇവിടുത്തെ വിഷയം എന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാര് മശായിഖന്മാർ ഇടപെട്ടാൽ അള്ളാഹു തആല അവരുദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിവ് കൊടുക്കും. ഉദ്ദേശിച്ചാൽ നടക്കുന്നത് എന്തുകൊണ്ട്? അത് അസംഭവ്യമല്ലാത്ത സംഭവമായതുകൊണ്ട്. ഇപ്പൊ വഹാബി പറയുന്നത് അങ്ങനെ ഒരു തൗബ എന്നുള്ള സംഭവം തന്നെ ഇബ്ലീസിന് ഉണ്ടാകാൻ പാടില്ല, അത് മുഹാലാണ്. പുതിയ വഹാബിയും പഴയ വഹാബിയും ഒക്കെ അതാ പറയുന്നത്. നമ്മൾ പറയുന്നതോ അത് മുംകിനാണ്, തൗബ എന്നത് സാധ്യമാണ്. ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ളത് വേറെ വിഷയം. തെളിവെന്താ? റിഫായി ശൈഖിന്റെ വാക്കെന്നെ, ഇപ്പോൾ നീ എന്നെ തുടരൂ എന്ന കൽപ്പന വരുന്നത് അത് സാധ്യമായത് കൊണ്ടാണ്. ഓനെ ഇനി തൗഫീക്ക് ഉണ്ടായില്ല എന്ന് വേറെ കാര്യം. പയ്യേപ്പിക്കാർക്ക് തൗഫീക്കുണ്ടോ? അധികം ആളുകളല്ല പറയുന്നത്, കുറേ നല്ല മനുഷ്യന്മാർ അതിലുണ്ട്. നമ്മളിപ്പോൾ ഓരോട് പറയണില്ലേ, നിങ്ങൾ തുടരി മശായിഖന്മാരെ അടുത്ത് വന്നിട്ട്, അത് സാധ്യമാണ്. തൗഫീക്കില്ലെങ്കിൽ സംഭവിക്കൂല, അത് വേറൊരു കാര്യം. ഇവർ പറയുന്ന അങ്ങനെ സംഭവിക്കാനേ പാടില്ല. എന്തിനാ പറയുന്നത്? റിഫായി മാലനെ എതിർക്കാൻ, മടവൂര് ശൈഖിനെ എതിർക്കാൻ. നമ്മളെന്താ ചെയ്തത്? സത്യത്തിൽ ഇവർ മടവൂര് ശൈഖിനെയോ അല്ലെങ്കിൽ റിഫായി ശൈഖിനെയോ അല്ല എതിർത്തത്, അള്ളാഹനെ തന്നെയാണ്. ഇതല്ലേ നമ്മൾ പറഞ്ഞു കൊടുത്തേ. കാരണം അള്ളന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇബ്ലീസിന്റെ തൗബ ഇന്നതാണ്, സാധ്യമല്ലെങ്കിലേ പറയില്ലല്ലോ. തൗബക്കൊന് അവസരമുണ്ട്, ഇന്നതാണ് അവൻ്റെ തൗബ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഉള്ളാളത്തെ പ്രസംഗത്തിൽ ഞാൻ അതിൻ്റെ തെളിവ് സഹിതം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരാൾ വന്നിന് ആ പ്രസംഗിട്ടിട്ട് ഉരുണ്ട് മറിയുന്നുണ്ട്. വളരെ വ്യക്തമായ തെളിവല്ലേ നമ്മൾ കൊണ്ടുവന്നത്? ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുങ്ങൾ. മാത്രമല്ല അള്ളാഹുവിന്റെ കഴിവിനെയും ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തതിന് തെളിവായിട്ടുള്ള ഹദീസാണ് ഇനി നൗഷാദ് കൊണ്ടുവരാൻ പോകുന്നത്. തുടർന്നങ്ങോട്ട് പറയുന്ന മുഴുവൻ ഭാഗവും ഞാൻ കേൾപ്പിക്കുന്നില്ല. ആ ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് നൗഷാദ് വിശദീകരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു. അല്ലാഹു വഹി അറിയിച്ചു, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അന്ന തൗബതഹു അർത്ഥം കണ്ട് വെച്ചാൽ കൃത്യമായി അല്ലാഹുക്കും പറയാൻ പാടില്ല. അത് അല്ലാഹ് പറയാണ് എന്ത്? അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ, അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബ ഉണ്ട്, അത് മുംകിനാണ്. ഇബ്ലീസ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല. അതെ, ഇബ്ലീസ് ചെയ്തോ ഇല്ലയോ എന്നതല്ല, ഇബ്ലീസ് ചെയ്യില്ല എന്നതാണ് പ്രധാനം. ഇബ്ലീസ് ചെയ്യില്ല എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്നും കാലാകാലം നരകത്തിലാണെന്നും അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. ഇനി അതിന് മാറ്റമുണ്ടാകാൻ പറ്റില്ല. അങ്ങനെ മാറ്റമുണ്ടായാൽ ഖുർആൻ പൊളിഞ്ഞു പോകും. ഇതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു. ഒരക്ഷരം കൊണ്ടെങ്കിലും ഇതിനെ നൗഷാദ് ഖണ്ഡിച്ചിട്ടുണ്ടോ? വലിയ തെളിവാ പറയുന്നത്, വലിയ സംഭവ പറയുന്നത്. ഖുർആനിനെ കുറിച്ചും ഈ വഹാബികൾ അതേ അവസ്ഥയിലേക്ക് പോലും മാറി. എന്താ ഇവിടെ സംഭവിച്ചു? ഇപ്പം അല്ല പറയും, ഞാൻ ഒരായത്ത് ഇങ്ങനെ ഓതാം. അതിലിങ്ങനെ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയാം, മുഅ്മിനീങ്ങളെ കുറിച്ച് ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്നിങ്ങനെ പറഞ്ഞിട്ട് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹയല്ലാത്ത മറ്റൊരാളെയും ആരാധിക്കാത്തവർ, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ആളുകളെ കൊല്ലുന്നവർ അവരെല്ലാം മുഅ്മിനീങ്ങൾ എന്നാ പറയുന്നത്. പിന്നെയോ വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. എന്നിട്ട് അല്ലാഹു പറയാ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ഒരാൾ അല്ലാഹയല്ലാത്തവരെ ആരാധിച്ചു, ഒരു ശരീരത്തെ കൊന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ ശക്തമായ ശിക്ഷ അവനുണ്ട്. യുളാഅഫു ലഹുൽ അദാബ്,
അല്ലാഹ് ഓന് അദാബിനെ ഇരട്ടിയാക്കി കൊടുക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വയഖ്ലുദു ഫീഹി മുഹാന, അവൻ നിന്ദ്യനായി നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരും. ഇപ്പം അള്ളാൻ്റെ ഒരു കലാമാണിപ്പോൾ. ഒരാൾ വ്യഭിചരിച്ച് അല്ലെങ്കിൽ ഒരാളെ കൊന്ന് അങ്ങനെയുള്ള വലിയ തെറ്റ് ചെയ്താൽ നരകത്തിൽ കാലാകാലം നിന്ദ്യനായി കഴിയണം, ഇരട്ടിയാക്കപ്പെടും ശിക്ഷ. അത് അള്ളാഹ് പറഞ്ഞതാ. ഓക്കെ അല്ലേ? അത് പൊളിയോ? നീ ഒരിക്കലും പൊളിയൂല. പക്ഷെ ഉടനെ ഒരു വാക്കുണ്ട്. ആ വാക്കേതാ? ഇല്ലാ മൻ താബ. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ, വആമന വിശ്വസിച്ചവർ ഒഴികെ, വഅമില സ്വാലിഹൻ, വഅമില അമലൻ സ്വാലിഹൻ, സ്വാലിഹായ അമൽ ചെയ്തവരൊഴികെ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്, അങ്ങനെയാകുമ്പോൾ അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിമറിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരാൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾ തൗബ ചെയ്ത്, അപ്പൊ അല്ലാഹു തആല ആളെ തിന്മകളെ നന്മകളാക്കി മാറ്റി. അപ്പോൾ ഒരു ചങ്ങായി വന്നിട്ട് പറയാം, അതെങ്ങനെയാ മാറ്റല്? അള്ളാന്റെ കലാമ് പൊളിഞ്ഞു പോകൂലേ? കാലാകാലം അവൻ നരകത്തിലാണെന്ന് അല്ല പറഞ്ഞതല്ലേ? എടോ, അതിനൊരു ഇസ്തിസ്നയാണ് തൗബ ചെയ്താലൊഴികെ എന്നത്. ഇത് ഖുർആൻ തന്നെ പറഞ്ഞു, തൗബ ചെയ്താലൊഴികെ. ഇബ്ലീസിന്റെ വിഷയം പറഞ്ഞപ്പോഴും സംസാരിച്ചു, അവൻ കാലാകാലം നരകത്തിലാണ്, ഒരു സംശയമില്ല. പക്ഷേ അവിടെ അല്ല സംസാരിച്ച വിഷയം അവനൊരു സാധ്യമായ ചാൻസ് കൊടുക്കുന്നു. അതെന്താ? അവനും തൗബ ചെയ്യാം, അവനും തൗബ ചെയ്യാം. അത് ഹദീസിൽ വന്നു. ഹദീസിൽ പറഞ്ഞ വാക്ക് അള്ളാന്റെ വാക്കാണ്, റസൂൽ ഉദ്ധരിച്ച വാക്കാത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബിയുടെ സംഭവത്തിൽ നൂഹ് നബിനോട് ഇബ്ലീസ് ചോദിക്കാണ്, എനിക്ക് തൗബണ്ടോ? നൂഹ് നബി പറയേണ്ട ഒറ്റയടിക്ക്, പോടാ എനിക്ക് തൗബേ, അങ്ങനെ ഒരു സാധ്യതയില്ല, മുഹാലാണ്. അങ്ങനെയല്ല പറഞ്ഞ്, പിന്നെന്താ? ഞാൻ അള്ളാനോടൊന്ന് ചോദിക്കട്ടെ എന്നാണ്. അതാണ് മറുപടി. അള്ളാഹ് അറിയിച്ചു കൊടുത്തു, ഫൗഹല്ലാഹു ഇലൈ അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അവന് തൗബയില്ലാതെ മുഹാലാണ് എന്നല്ല മറുപടി. അവന്റെ തൗബ ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ ആർക്കും മനസ്സിലാക്കിക്കൂടെ? അവൻ നരകത്തിലാണ്, ലഈനാണെന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ചാൻസ് അവന് കൊടുക്കാണ്. ആദം നബിന്റെ ഖബറിന് സുജൂദ് ചെയ്യണം. ചെയ്താൽ ആ പറഞ്ഞത് പൊളിയല്ല ചെയ്യ, ഈ ഇസ്തിസ്ന ഇവിടെ നടപ്പിലാകും. ഇതാ ഞങ്ങൾ പറഞ്ഞത് മുംകിനാണ്, സാധ്യമായതാണ്. പക്ഷെ അതിന് തൗഫീഖ് ഇബ്ലീസിന് ഉണ്ടായില്ല. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവൻ പറഞ്ഞു, തറക്തുഹു ഹയ്യാ വഅസ്ജുദു ലഹു മയ്യിതാ. സംഗതി പല നേതാവാണല്ലോ, അതുകൊണ്ട് തന്നെ തൗഫീഖ് ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ജീവിതകാലത്ത് തന്നെ ചെയ്തിട്ടില്ല, എന്നാൽ ഇപ്പോൾ ആദം നബി വഫാത്തായതിൻ്റെ ശേഷം ചെയ്യണത്, അതിനൊന്നും എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. ഇതേ സംഭവം മൂസാ നബി തൗറാത്തിന് പോകുമ്പോൾ പറയാണ്. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്ത്, ഓന് തൗബയുണ്ടോ? അന്നും അല്ലാഹു തആല കൊടുത്തതാണ്. ഖളൈതു ഹാജതക, അല്ലാഹു മൂസാ നബിയോട് പറയാണ്, നിങ്ങളുടെ ആ ആവശ്യം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അതെന്താ ആവശ്യം? അത് അൻ തസ്ജുദ ലിഖബ്രി ആദം. ഇത് മാത്രം പോരെ, ഇതല്ലേ വ്യക്തമായ തെളിവ്. അസംഭവ്യമായ ഒരു കാര്യമാണെങ്കിൽ ഈ ചാൻസ് ഉണ്ടാവില്ല. ആ ചാൻസ് നൂഹ് നബി കൊടുത്തു, മൂസാ നബി കൊടുത്തു, ആ ചാൻസ് റിഫായി ശൈഖ് കൊടുക്കാണ്. ഇനി അതിൻ്റെ ഇടയിലുള്ള കാര്യം, ഇതിപ്പോൾ ഒരു കിതാബിൽ മാത്രമല്ല നമ്മൾ ഉദ്ധരിച്ചത്, ഹിജ്റ 281 വഫാത്തായ ഇബ്നു അബി ദുന്നയുടെ കിതാബിൽ നിന്ന്. അങ്ങനെ നൂറുകണക്കിന് കിതാബിൽ ഈ സംഭവം പറഞ്ഞു. അവിടെ റൂഹുൽ ബയാൻ, തഫ്സീർ റൂഹുൽ ബയാൻ ഒന്നുകൂടി പറഞ്ഞു, വഫീഹി ഇശാറ ഇലാ അന്ന സജ്ദത ലി ആദം വഹുവ മഖ്ബൂർ കസ്സജദതി ലഹു വഹുവ ഗൈറു മഖ്ബൂർ. ഇതല്ലേ നമ്മളെ ആശയം. ആദം നബി ജീവിച്ചിരിക്കെ സുജൂദ് ചെയ്യുന്നത് പോലെയാണ് ഖബറിലുള്ളപ്പോൾ സുജൂദ് ചെയ്യുന്നതും. കാരണം ഇതിൽ അംബിയാഉ അലൈഹിമുസ്സലാം അഹ്യാഉൻ ഫീ ഖുബൂരിഹിം, അംബിയാക്കന്മാർ അവരെ ഖബറുകളിൽ ജീവിച്ചിരിപ്പാണ്. അപ്പോൾ ആദം നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുനിന്ന് പോയി നേരത്തുള്ളൂ, ഹയ്യാണ്. അപ്പം അവിടെ പോയി സുജൂദ് ചെയ്താൽ അന്ന് സുജൂദ് ചെയ്ത പോലെയാണ്. ചാൻസ് ഉണ്ട്, അസംഭവ്യമല്ല, മുഹാലാണ് എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ വഴി സുജൂദ് ചെയ്യലാണ്.
പക്ഷേ വശൈത്വാനുർ റജീം വഫല അൻ ഹാദാ, ശൈത്താൻ ഇതിന് തൗഫീഖ് ഉണ്ടായില്ല, അവൻ ഓഫിലായി. അലി റിഫായി ഷെയ്ഖ് പറയുമ്പോൾ ഞാൻ തുടരാമെന്ന് പറഞ്ഞാൽ പോരെ. മടവൂർ ശൈഖുനാൻ്റെ അടുത്ത് വന്ന് ഇപ്പോഴും ചാൻസ് നിലനിൽക്കുക അവന്. അതിന് മശായിഖിൻ്റെ അടുത്ത് വരുന്ന സമസ്ത സെൻറ്ററിൽ പോയാൽ പോരാ, അവിടെ വന്നിട്ട് ഈ പണി പോലെ പറയും, അത് ചെയ്യണം. വേറെ എന്തൊക്കെ പണിയുണ്ട് അത് പറയില്ല, അത് ആ സമയത്ത് പറഞ്ഞു കൊടുക്കൂലേ. അപ്പം അത് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ട് സംഭവം അവിടെ ഉള്ളത്. മുംകിനാണോ, സാധ്യമാണോ? സാധ്യമാണ്, പക്ഷേ തൗഫീഖ് ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. സാധ്യമായതുകൊണ്ടാണ് റിഫായി ഷെയ്ഖ് കൽപ്പിച്ചത്. അല്ല തന്നെ പറയാണ് അവന് തൗബ ഉണ്ട്. അപ്പൊ അല്ല പറഞ്ഞില്ലേ, അതിന് ഇസ്തിസ്നാലോ ഈ തൗബ വയഖുലുദു ഫീഹി മുഹാന, അതിലവൻ നിന്യനായി ശാശ്വതമായി നിൽക്കണം. അതിന് ഇസ്തിസ്നയാണ്. ഇത് ഇല്ലാലി മസ്ലഹത്തി മാത്രം പഠിച്ചാൽ പോരാ. ഇവിടെയാണ് ഇസ്തിസ്ന, ഇല്ലാ മൻ താബ, തൗബ ചെയ്തവനൊഴികെ എന്ന് പറഞ്ഞ പോലെ ലഈനാണ്, നരകത്തിലാണ്. തൗബ ചെയ്താലല്ലാതെ. തൗബ എന്താ? ആദമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. ചെയ്താലോ ആ പറഞ്ഞതൊക്കെ ഒഴിവായി. തൗഫീഖ് ഉണ്ടോ? അത് വേറെ കാര്യം. ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഓതുന്ന സമയത്ത് ആണ്ടുകൊണ്ടും പോയാൽ അത് നടക്കുമോ? കൃത്യമായി പഠിക്കണ്ടേ ഇത്. അതിൻ്റെ തെളിവ് ഇനി നന്നായ ചരിത്രമുണ്ട്. അതാ നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായി. ശൈത്താൻ മുസ്ലിമായി. അപ്പം അൽഹംദുലില്ലാ, അപ്പം ഇയാൾ സമ്മതിച്ചു എന്നറിയോ? അതിലിപ്പോൾ തർക്കമല്ലേലും. ഇപ്പം ഇബിലീസിൻ്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ എന്നാണ്. ഇബിലീസിൻ്റെ മക്കളും ശൈത്താന്മാരൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് തർക്കമില്ലാതെക്കൽ ഇബിലീസിൻ്റെ ശിഷ്യന്മാരും കുട്ടികളെ കുറിച്ചല്ലേ അതുവും മുബി എന്ന് പറഞ്ഞ് അപ്പോൾ പൊളിയില്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പോയിന്റ് ഏടെ എത്തിയിട്ടുണ്ട്. ഇബിലീസിൻ്റെ മക്കളെ കാര്യത്തിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബബ്ബലെ കാര്യത്തിലും കൂടി ആകാനുള്ളൂ. ആ ഭാഗം കൂടി കാണിച്ചു കൊടുക്കുക. സമീപത്തുണ്ട് എന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശൈത്താൻ മുസ്ലിമായി, മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശൈത്താൻ മുസ്ലിമായി. ആ ശൈത്താനാണെങ്കിലോ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളുമാണ്. ആ ശൈത്താൻ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ നൗഷാദിന്റെ ഓർമ്മക്കുറവായിരിക്കാം, എന്തോ ആകട്ടെ. ഇനി ആണെങ്കിൽ അത് ഓർമ്മക്കുറവൊന്നല്ല, ഞങ്ങൾ അങ്ങനെ ഓർമ്മയില്ലാതെ സംസാരിക്കല്ല. അത് മിൻ ഔലാദി ഇബ്ലീസ് എന്ന് മിർഖാത്തിലുണ്ട്. അയ്യ നോക്കാഞ്ഞിട്ടാ. അത് ഇബ്ലീസിന്റെ നേരെ പരമ്പരകളിൽ വരുന്ന മക്കളിൽ വരുന്ന ശൈത്താനാണ്, കൂടെ ഉണ്ടാകുന്ന ശൈത്താൻ. ഓനെ ആ ഡ്യൂട്ടി കിട്ടുള്ളൂ. പണി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമോ നമുക്ക് സംസാരിച്ച് നോക്കാം. അല്ലാതെ ഇപ്പോഴുള്ള ഡ്യൂട്ടിയൊക്കെ ഓൽക്കാനുള്ളത്. നിങ്ങൾ ഈ ഔലിയാക്കന്മാർ അള്ളാഹി കൈവിന് ചോദ്യം ചെയ്യാൻ വരലി. ഈ മുംകിനായ സാധനത്തെ മുഹാലാക്കല്ലേ നിങ്ങൾ. എന്നെ തുടരൂ എന്ന് പറഞ്ഞ് റിഫായി ഷെയ്ഖിൻ്റെ വാക്ക് കളവാക്കാൻ പറ്റുമോ? നടക്കുമോ? അത് നടക്കൂല. അത് നീ ബാക്കി പറയട്ടെ, കേട്ടോളി. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ആണ് ശൈത്വാൻ മുസ്ലിം ആവുക എന്നത് അസംഭവ്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ വാദം എന്താണെന്ന് നൗഷാദ് കേൾപ്പിച്ചല്ലോ. ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുസ്ലിം ആവുക എന്നത് അസംഭവ്യമാണ്. ആ വിവരം കെട്ട ചങ്ങാതി പാടിയ പാട്ടിനകത്തുള്ളത് വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിന്റെ പൊടി പിടിക്കുമെന്നാണ്. അത് സംഭവിക്കുന്ന കാര്യമേയല്ല. ഇതാണ് എൻ്റെ വാദം. ഇബ്ലീസ് എല്ലാവരും പകുതി മുക്കാലും ശരിയായിട്ടുണ്ട്, പകുതി മുക്കാൽ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അത് സമ്മതിച്ച് കിട്ടിയല്ലോ. ഇത് ഇബ്ലീസിൻ്റെ ദുര്യത്തിൽപ്പെട്ട ശൈത്താന്മാർ നന്നാകും, അതിൽ തർക്കമൊന്നുമില്ല. വലിയ ശൈത്താനായ ഇബ്ലീസ് നന്നാവുമല്ലേ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ എന്നാണ്. ചികിത്സ ഞങ്ങൾ തരാം, തുടരും. അതിനിപ്പോൾ മൂപ്പര് ഞമ്മക്ക് തന്നെ ഒരു ചികിത്സക്കുള്ള വകുപ്പുണ്ടാക്കി തന്നിന്. അതെന്താണെന്നറിയോ? ഇമാം ഷഅറാനി തങ്ങളുടെ കിതാബ് ഞാൻ കഴിഞ്ഞ തവണ വായിച്ചിട്ട് അത് പിന്നെ വായിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞിരുന്നു. എന്ത് ഷഅറാനി ഇമാം പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിക്കൂല എന്നാണ്. അത് രണ്ടും രണ്ടായി മനസ്സിലാക്കണം. അയ്യോ, ഷഅറാനി ഇമാമിൻ്റെ കിതാബ് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഷഅറാനി ഇമാം ആരാളാ നിങ്ങൾക്കറിയോ? അത് ഞങ്ങളെ സ്വന്തം നേതാവാണ്. നിങ്ങൾ ആ പീസ് പൂട്ടിപ്പോവും ഷഅറാനി ഇമാമിൻ്റെ അടുത്ത്. ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, ഞാൻ ആ വിഷയം മുണ്ടിയില്ലല്ലോ.
ഷെഹറാൻ ഇമാം എന്ന് വായിക്കാൻ പോകണല്ലേ ഉള്ളൂ, മൂപ്പർക്ക് അതിൽ കിതാബ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വല്ല കഥയോ അറിയല്? ഷെഹറാൻ ഇമാം എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഒന്ന് തുടക്കാകട്ടെ. ഇത് നിർത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല വടി വെട്ടാൻ പോയിട്ടുള്ളൂ. ബേജാറായില്ല നിങ്ങൾ ആരെ ബേജാറാക്കുന്നത് ഞങ്ങളെ? അങ്ങനെ ഒരു മഖ്ലൂക്കിനെയും ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. ധൈര്യം ഉണ്ടെങ്കിൽ കിതാബ് വെച്ച് ഇറങ്ങി വരി, നേരിട്ട് തന്നെ മുട്ട, ഞങ്ങൾ റെഡി ഉണ്ടെങ്കിൽ വരി. നിങ്ങൾ നന്നാവോന്ന് ഞങ്ങളോ നോക്കട്ടെ. ചാൻസ് ഉണ്ടല്ലോ, സംഗതി സംഭവിക്കോ അല്ലേ എന്നുള്ളത്. പേരോട് നന്നാവോ അല്ലേ എന്നൊരു ചർച്ച ചെയ്ത് എന്താ പറയാ? പൊന്മള നന്നാവോ അല്ലേ എന്താ ചർച്ച? ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്, മുംകിനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഇനിയെങ്കിൽ നന്നായിക്കോട്ടെ. നന്നാകുമോ മുഹാൽ എന്ന് പറയണ്ട, പക്ഷേ തൗഫീഖ് ഉണ്ടാവില്ല. കാരണം എന്താ? ഔലിയാക്കളെ പറഞ്ഞു പോയി. അത് രണ്ടാണ്. ഇപ്പം ഫിരോവിനോട് പോകുമ്പോൾ, ഫിരോവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ മൂസാ നബിനോട് പറഞ്ഞു, നല്ലൽക്ക് സംസാരിച്ച് നോക്കി, ആള് നന്നായാലോ? ചാൻസ് ഉണ്ട്. പഹയ നന്നാവില്ല എന്ന് ഇവിടെ നേരത്തെ തീരുമാനിക്കുക. അത് സംഭവിക്കുന്ന വിഷയമാണ്. അത് രണ്ടാണ്. എന്താ അത് മറ്റേ മുഹ്മാഫിയായ എന്താ ചെയ്യാം? അപ്പോൾ ഏതായാലും ഷെഹറാൻ ഇമാമിൻ്റെ കിതാബ് ഒന്ന് ഇറക്കുന്നുണ്ട്, അതാണ് ഞാനും കാത്തുന്നത്. ഷെഹറാൻ ഇമാമിനെ നിങ്ങൾ തൊട്ടാൽ കുടുങ്ങുട്ടോ. കാരണം ഞങ്ങളുടെ കയ്യിൽ ഷെഹറാൻ ഇമാമിൻ്റെ കിതാബുകളുള്ള എണ്ണത്തിന് പലിശ കൊടുക്കാൻ പോലും നിങ്ങൾ ആ കിതാബ് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ശൈഖുന കാലങ്ങൾക്ക് മുമ്പ് ഈ കിതാബൊക്കെ വാങ്ങി റെഡിയാക്കി കയ്യിൽ തന്ന് ആയുധം ശേഖരിച്ചതിന് ശേഷമാണ് ഞങ്ങളിതിന് ഇറങ്ങിയുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏടുന്നോ മൊബൈലിൽ നിന്ന് കിട്ടിയ കിതാബല്ലത്, ഇത് ഹയാത്തിലുള്ള കിതാബ് കൊണ്ടാക്കളി. ഇവക്ക് പറയട്ടാണ്, അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. ഈ ഇബാറത്തിനെ തൊടാൻ വായിക്കാൻ ആൺകുട്ടിയാണോ നൗഷാദെ? വെല്ലുവിളിക്കാൻ ഞാൻ വെറുതെ ഓടിച്ചിട്ട് അങ്ങോട്ട് ഷെഹറാൻ ഇമാം അതാണ് പറഞ്ഞത് എന്ന പച്ച പൊള്ളു പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയോ? ഇബാറത്ത് വായിക്ക് നൗഷാദെ, അർത്ഥം പറ നൗഷാദെ. ഇതിനല്ലേ ഖണ്ഡനമെന്ന് പറയുന്നത്, അല്ലാതെ കുഞ്ഞാടുകളെ പൊട്ടീസാക്കാനോ? എന്നിട്ട് ഷെഹറാൻ ഇമാം വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഒരിക്കലും തൗബ ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ കാരണമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നൗഷാദ് ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേറൊന്നും വേണ്ട. ഷെഹറാൻ ഇമാമിൻ്റെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് ഞാൻ വായിച്ച ആ ഒരൊറ്റ ഇബാറത്തു മതി. അതാണ് കറക്റ്റ് എത്തിയിട്ട് ഇപ്പോൾ ആ പോയിന്റിൽ വരെത്തിയത്. ഷെഹറാൻ ഇമാമിൻ്റെ കിതാബ് നിങ്ങൾ എടുത്തത് കൊണ്ട് റിഫായി മാലയും മടവൂർ ശൈഖുന ആ വിഷയത്തിലൊക്കെ ഫത്തിഹ. കാരണം എന്താ അറിയോ? ഷെഹറാൻ ഇമാം ജീവിച്ച തന്നെ മടവൂർ ശൈഖിനെ സ്ഥിരപ്പെടുത്താനാണ്. വിവരങ്ങൾക്കറിയോ? ഷെഹറാൻ ഇമാമിൻ്റെ കിതാബ് എന്നുള്ളൊരു സുഖം എന്താ അറിയോ? മൂപ്പര് പറയുന്നത് ഇബ്ലീസ് നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നതിന് ആ ഹദീസ് തന്നെ മതി എന്നാണ്. ഏത് ഹദീസ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന ഹദീസ് തന്നെ മതി സാക്ഷാൽ ഇബ്ലീസും നന്നാവാൻ സാധ്യതയുണ്ട് എന്നതിന് എന്നാണ്. യവാഖീത്ത് വൽ ജവാഹിർ മോൻ മൊബൈലിൽ നിന്നല്ലേ നോക്കിയത്? മോൻ കുട്ടി അല്ലേ? എന്നാൽ അൽ ജവാഹിർ വദ്ദുറർ എന്നൊരു കിതാബുണ്ട് ഷെഹറാൻ ഇമാമിന്. ഞങ്ങൾ എടുത്തിട്ടേ ഉള്ളൂ, ഇനി എത്ര വരാണ്ട്. അണ്ടങ്ങൾ ഫീ മിൽക്കി അബ്ദുല്ലാഹിൽ ഹക്കീം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗഫറല്ലാഹു ലനാ വലക്കും മഅൽ വാലിദൈൻ. അന്നേ വാങ്ങി വെച്ച കിതാബാതൊക്കെ ഇതിലതാ അതേ ഹദീസ് കൊണ്ടുവരികയാണ്. ഇബ്ലീസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് ആ ഖിലാഫ് എടുത്തുദ്ധരിക്കുകയാണ്. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ് ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ. ഇബ്ലീസ് മുസ്ലിമാകുമോ ഇല്ലേ? വമബ്നൽ ഖിലാഫ് അലാ ളബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅആനനില്ലാഹു അലൈഹി ഫഅസ്ലമ. ഈ തർക്കത്തിന്റെ മാനദണ്ഡം ഒരു ഹദീസാണ്. ഇമാം ഷഅറാനി തങ്ങൾ അവിടുത്തെ ശൈഖിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരുടെ കൂടെയും ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ അങ്ങയുടെ കൂടെയുമുണ്ടോ എന്ന് ചോദിച്ചു ആളുകൾ. ഉണ്ട്, പക്ഷെ അള്ളാഹു എന്നെ സഹായിച്ചു. ഫഅസ്ലമ, അവൻ മുസ്ലിമായി. ചിലരവിടെ അസ്ലമു എന്ന് വായിച്ചിട്ടുണ്ട്.
അതനുസരിച്ച് ഇബ്ലീസ് നന്നാവുമെന്നുള്ളതിന് രേഖയാവൂല. ഐ ഫഅസ്ലമു അന മിൻഹു എന്നാണ്. വമിൻഹും ആ ഉലമായിലുണ്ട് മൻ ലബതഹു ബിഫത്ഹിൽ മീം, മീമിന് ഫത്ഹ് ചെയ്ത് ഫഅസ്ലമ എന്ന് വായിച്ചവരുണ്ട്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഉലമാ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ആ ചർച്ചയിലേക്ക് വരുമ്പോൾ അത് മുഴുവനായിട്ട് എൻ്റെ ഷോർട്ടാണ് ഞാൻ പറയുന്നത്. ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഇബ്ലീസ് എൻ്റെ ശൈത്താൻ, അവൻ കാഫിറായിരുന്നു, പിന്നെ അവൻ മുസ്ലിമായി എന്ന് തന്നെ ഹദീസിലുണ്ട്. അപ്പൊ അസ്ലമ തന്നെയാണ് വായിക്കേണ്ടത്. അങ്ങനെ വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റും എന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ മബ്നൽ ഖിലാഫ് അലാ ളബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആനനില്ലാഹു അലൈഹി ഫഅസ്ലം. ഈ ഹദീസാണ് അതിന്റെ മാനദണ്ഡം. ഫഅസ്ലമ, ആ ശൈത്താൻ മുസ്ലിമായി എന്ന് വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫീ ഇബ്ലീസ്, ഫീ ശൈത്താൻ എന്നല്ല. ഇനി ആ ശൈത്താൻ അങ്ങനെ മനസ്സിലാക്കണ്ട, ഇബ്ലീസ് തന്നെയാണ് ഇതിൽ പറയുന്നത്. കുടുങ്ങിയിലങ്ങള് ആ ഹദീസ് മദീനാണ് ഇബ്ലീസ് നന്നാവുന്നുള്ളതിന് തെളിവ് എന്നാണ് അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങൾ കിതാബുൽ ജവാഹിർ വദ്ദുററിൽ രേഖപ്പെടുത്തുന്നത്. എൻ്റെ മുകളിലുണ്ട്, വായിച്ചാൽ തൽക്കാലങ്ങളൊന്നും ഉറങ്ങൂല. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കണ്ണാൻ നിർത്തിയിട്ടൊന്നുമില്ല. അത് അത്രയും പോവും. നേരിട്ട് വന്നാൽ അതും റെഡിയാണ്. അപ്പോൾ ഷെഹറാനി ഇമാം ഇപ്പറഞ്ഞ എന്താണെന്നൊന്ന് പറഞ്ഞ് കൃത്യമാക്കി തരും. ഇനി അല്യവാഖീത്ത് വൽ ജവാഹിർ എടുക്കി. അല്യവാഖീത്ത് വൽ ജവാഹിറിൽ പിന്നെന്താ പറഞ്ഞത്? അത് ഈ കിതാബാ, ഓ മൊബൈലിൽ നിന്ന് കണ്ടുവരികയാണ്. ഇതൊന്നും നിങ്ങളെ വിടൂല. ഇതും ഫീ മിൽക്കി അബ്ദുല്ലാഹിൽ ഹക്കീം തന്നെയാണ് കേട്ടോ, റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഇതിൽ കാണാം, ഇതിൽ ഇബാറത്ത് തുടങ്ങുന്നതിന് എങ്ങനെ? ഫഹൽ യസിഹു ഫീ ഹഖി ശൈത്വാൻ, ശൈത്വാനിന്റെ ഹക്കിൽ സ്വഹീഹാകുമോ അൻ യുസ്ലിമ, മുസ്ലിമാകൽ. അവിടെ എന്താ ചർച്ച? ഹൽ യുസ്ലിഹു, അത് അസ്ലഹ യുസ്ലിഹു ആണ്, ഇത് സ്വഹ യസിഹു ആണ്. മീസ മുതൽ പഠിപ്പിച്ചിറങ്ങാം ഞങ്ങൾ. ഏടുന്നാണോ നീച്ചു വരുന്നത്? ഇവിടത്തെ ചർച്ച തന്നെ എന്താ? ഇതിലുള്ള ഇബാർത്തവും വായിച്ചതനുസരിച്ചാണ്, വേറെ പറയാണ്ട് അതിലേക്കൊക്കെ ഞാൻ ചെന്നുചെല്ലും. ഇവിടെ പറയുന്നു ഫലാ യസിഹു അൻ യുസ്ലിമ അബദാ, അവൻ മുസ്ലിമാവുക എന്നത് സംഭവിക്കൽ, അത് സ്വഹീകരണതാ. മുംകിനായ കാര്യം സംഭവിച്ചോ ഇല്ലേ, അത് ശരിയായി വരുമോ ഇല്ലേ, അവന്റെ തൗഫീക്ക് കുറവ് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കൂല. അത് റെഡി തന്നെയല്ലേ? തൗഫീക്ക് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കൂല. അതാണ് അല്യവാഖീത്ത് വൽ ജവാഹിറിൽ പറഞ്ഞത്. അൽ ജവാഹിർ വദ്ദുററിൽ പറഞ്ഞതോ മുസ്ലിമാകാൻ പറ്റുമോ ഇല്ലേ? പറ്റും. അതിന്റെ തെളിവെന്താ? ഹബീബായ തങ്ങളുടെ സമീപത്തുള്ള ശൈത്താൻ മുസ്ലിമായി, അത് തന്നെ മതി തെളിവ്. ഇപ്പൊ നിങ്ങളെ വാദം തന്നെ തെളിവായി മാറി. കാരണം എന്താ? ആ ശൈത്താന്റെ നിയമം തന്നെയാണ് ഇബ്ലീസിലും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ശൈത്താന്റെ നിയമം എന്താണോ അത് തന്നെയാണ് ഇബ്ലീസിന്റെ നിയമവും. അതുകൊണ്ടാണ് ഷെഹറാനി ഇമാം ആ ഹദീസ് തന്നെ മതി എന്ന് പറഞ്ഞ് അത് അസ്ലമ എന്ന് വായിച്ചാൽ അവിടെ അതാണ് മൂപ്പര് സ്വഹിയാക്കുന്ന പല സ്ഥലങ്ങളിലും. അപ്പൊ രണ്ടും മനസ്സിലാക്കണം, രണ്ടും രണ്ട് രൂപത്തിൽ മനസ്സിലാക്കി അതിന് തെളിവ് വരെ മൂപ്പര് ഹാജരാക്കിയിട്ടുണ്ട്. ഇതതിൻ്റെ ബാലപാടാണ്. ഇതിനു വേണ്ടി മൂപ്പർക്ക് കിതാബ് തന്നെ ഉണ്ട്. ഞങ്ങളിലേക്ക് കടന്ന് തന്നെ മുഖദ്ദിമയിലേ എത്തിയിട്ടുള്ളൂ. വായിക്ക്, വേണമെങ്കിൽ പേരോടെ തന്നെ ഒന്ന് വായിക്കട്ടെ. ബാക്കി ഞങ്ങൾ കൃത്യമാക്കി കൊടുക്കുക. അക്കിതാബ് തന്നെ ഇനിയും വായിക്കാണ്ട്. ലിഅന്ന ഇബ്ലീസ്, ലിഅന്ന ഇബ്ലീസ് എന്നുള്ള എന്തിൻ്റെ ഇല്ലത്താണോ? അതിൻ്റെ മഅലൂൽ ഏതാ? ആ കിതാബ് എന്ന് വായിക്കുക. എൻ്റെ മഅലൂൽ എന്തിൻ്റെ ഇല്ലത്താണ്? ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, കൃത്യമാക്കി തരങ്ങളെ. പ്രമാണങ്ങൾക്ക് മുമ്പിൽ വട്ടം കറങ്ങയില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ല പറയാണ് അന്ന തൗബതഹു അൻ തസ്ജുദ അല്ലെങ്കിൽ അൻ യസ്ജുദ ലി ഖബരി ആദം എന്ന് അല്ല പറയുമ്പോൾ അതിനാണ് സ്വീകരിച്ചാൽ പോലെ. അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഓൻ ചെയ്തോ ഇല്ലേ എന്നുള്ളത് വേറെ. അത് ചെയ്യാൻ ഇവിടെ സ്വഹിയാവൂല, അതുണ്ടാവില്ല എന്നാണ് ഷെഹറാനി ഇമാം പറയുന്നത്. അതിനെ ഓൽക്കറിയാലോ ഇവൻ ജാതി ഏതാണെന്നറിയില്ലേ, അത് വേറെ കാര്യം. ചാൻസ് ഉണ്ടെങ്കിലേ കൽപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്നെ തുടരൂ എന്ന് പറഞ്ഞ്. അതാ ഫിരാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്ത്? ഞാൻ മൂസാ നബിയാണ്, എന്നെ അംഗീകരിക്കണം. ഓ നന്നാവോ?
ഫിരോ മുസ്ലിമാകോ? അള്ളാഹ്ക്കറിയാം മുസ്ലിം ആവൂല. പക്ഷേ എല്ലാരതിലുള്ളൊരു ചാൻസും അവനിലുണ്ട്. അതുകൊണ്ട് അവനോട് സംസാരിക്കുന്നത് ലഅല്ലഹു യതദക്കർ, ഓ നന്നായാലോ. അള്ളാഹ്ക്കറിയില്ല ഓ നന്നാവില്ല എന്നുള്ളത്. അപ്പൊ ഫിരോവിനെ കുറിച്ച് പറയാണ്, ഓ നന്നാവുക എന്നുള്ളത് സംഭവിക്കൂല. അവന് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. അതാണ് മൂസാ നബി പോയി ഓനെ വിളിച്ച്, ഈ വാ, വടിയിട്ട് മാമ്പാക്കി കാണിച്ചു കൊടുത്ത്, വാ എന്നിട്ടെങ്കിലും വാ. വരുന്നില്ല. പിന്നെ ഓൻ അന്നത്തെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റായി അവിടെ തന്നെ ഇരുന്നു, കാഫിറായി ചത്തുപോയി. ഇതേ അവസ്ഥ ഇബ്ലീസിനും സംഭവിക്കൽ അങ്ങനെയാണ്. ചാൻസ് ബാക്കിയാണ്. അതുകൊണ്ടാണ് എന്നെ തുടരൂ. അതുകൊണ്ടാണ് വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ മടവൂര് ശൈഖ് ഇടപെട്ട് ആ ചാൻസ് വാങ്ങിക്കൊടുക്കണം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ ഇബ്ലീസ് ചിലത് ചെയ്തു കൊടുക്കണം. ആ പഹേനെ ചെയ്യണില്ല, നിങ്ങളെ പോലെ തന്നെ. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഓല് ചെയ്യേണ്ടത് ഓല് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കണം. നമ്മളവിടെ പോയി നിന്നു കൊടുക്കണം. ഞാൻ എല്ലാത്തിനും തയ്യാറാന്ന് പറയണം. അപ്പം ചാൻസ് പോലും ഉണ്ടാക്കി തരും. അത് ഇബ്ലീസിനും ഉണ്ട്. ബൽക്കന്നല്ലേ, പിന്നെ ഇബ്ലീസിനും ഇല്ലാക്കോ. അതാണ് ഇതിൻ്റെ സത്യം. ഇത് ക്ലിയറാണ് വിഷയം. ആർക്കും അവ്യക്തത. അതുകൊണ്ട് ഷഹറാൻ ഇമാമിനെ തന്നെ തുടരണം. ഞാൻ അടുത്ത കിതാബായിട്ട് അടുത്ത തവണ വരുന്നുണ്ട്.